IELTS അക്കാഡമിക് റൈറ്റിംഗ് ബാർ ചാർട്ടിലെ ഡേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ആണ് നമ്പേഴ്സ് ആൻഡ് എമൗണ്ട്സ്. ഇത് രണ്ടും സെയിം ആണെന്ന് എപ്പോഴെങ്കിലും നമുക്കൊരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇത് രണ്ടും സിമിലർ അല്ല. രണ്ട് വേർഡ്സും രണ്ട് കോണ്ടെക്സ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി, നമ്പേഴ്സ് ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. Numbers refer to countable quantities. These are items or entities that can be individually counted. ആൾക്കാരെക്കുറിച്ചോ എന്തെങ്കിലും വസ്തുക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ എണ്ണാൻ കഴിയുന്ന എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കുമ്പോഴാണ് നമ്മൾ നമ്പേഴ്സ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, the number of students enrolled in the course increased from 200 to 300. ഇനി എമൗണ്ട് ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. Amounts usually refer to uncountable quantities. These are items or entities that cannot be individually counted but are measured in other ways like weight, volume, money, etc. Let's look at an example. The amount of rainfall in June was higher than in May. Understanding the difference helps in accurately describing the data in bar chart, making your writing clearer and more precise. Do follow Tiju's Academy for more useful tips. ഉറപ്പാണ് വിജയം.